പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. MBA UK 21ാമത് കോൺഫറൻസിൽ കടന്നു വന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെയുള്ള പ്രിയമുള്ളവരോട് പങ്കുവയ്ക്കാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ കോൺഫറൻസിൻ്റെ ഈ പ്രഥമ സെഷനിൽ തന്നെ ഈ ഉദ്ഘാടന സമ്മേളനത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സെഷനിൽ ഇതിൻ്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്ന MBAയുടെ വൈസ് പ്രസിഡൻ്റായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ സാങ്കുട്ടി പാപ്പച്ചൻ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ദീർഘവർഷങ്ങളിലെ പരിചയം അദ്ദേഹവുമായിട്ടുണ്ട്. ഇന്ന് ഒരുമിച്ച് വേദി പങ്കിടാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. MBAയ്ക്ക് വളരെ ശക്തമായ നിലയിൽ നേതൃത്വം നൽകുന്ന ഒരു ശക്തമായൊരു ടീം ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കിവിടെ വന്ന് അവരെ ഓരോരുത്തരെയും കാണാനും ഒന്നുകൂടെ പരിചയം പുതുക്കാനും അവരോടൊപ്പം വേദി പങ്കിടാനും ഒക്കെ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് MBAയുടെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്തൃദാസൻ റവറൻ ബിനോയ് എബ്രഹാം അവരുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് ഓൺലൈനിലൂടെയാണ്. കോവിഡ് കാലത്ത് ഒരു ഓൺലൈൻ പ്രോഗ്രാം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അതിൽ എനിക്കും ഒന്നിലധികം പ്രാവശ്യം അതിൽ പങ്കുചേരാൻ എന്തായിരിക്കും കോവിഡ് അനന്തര നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായി താനത് തൻ്റെ പ്രസൻറ്റേഷൻ എന്നെ വളരെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ നോക്കി വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആണെന്ന് അന്ന് ആ ഓൺലൈനിലൂടെ കണ്ടപ്പോൾ, സെക്യുലർ ഫീൽഡിലൊക്കെ ആയിരുന്നെങ്കിൽ ഒത്തിരി വളർന്ന് ഉയർന്ന് ഒക്കെ പോകുവാനുള്ള കപ്പാസിറ്റിയുള്ള ടാലൻസുള്ള കർത്തൃദാസനെ ഈ രാജ്യത്ത് ദൈവം കൊണ്ടുവന്ന് MBAയുടെ മുൻനിരയിൽ നിർത്തി ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൂടുതൽ ദൈവം തന്നെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ MBAയുടെ സെക്രട്ടറി ആയിരിക്കുന്ന എൻ്റെ സുഹൃത്ത്, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്തൃദാസൻ പാസ്റ്റർ ഡിഗോ ലൂയിസ് അവരുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാപ്തനായ കർത്തൃദാസനാണ്. വളരെ നല്ലതുപോലെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റിയുള്ള ആൾ. കഴിഞ്ഞ കുമ്പനാട് കൺവെൻഷനിൽ വന്ന് പരിചയപ്പെടുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും ഒക്കെ ഇടയാക്കി. ഇന്ന് ഒരുമിച്ച് വേദി പങ്കിടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറി പാസ്റ്റർ PC സേവിയർ അവരുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ട്രഷറർ എൻ്റെ സുഹൃത്ത് പ്രിയ പാസ്റ്റർ ജിനു മാത്യു അവരുകളെ ഓർക്കുന്നു. ആമേൻ. അദ്ദേഹവുമായിട്ടും ദീർഘനാളുകളിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, യങ് ലീഡർഷിപ്പാണ് MBAയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. പ്രിയ ജിനു മാത്യു അവരുകൾ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ലോക്കൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന പാസ്റ്റർ റോയ് തോമസ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോടൊപ്പം ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ കസിൻസ് സിസ്റ്റേഴ്സൊക്കെ എൻ്റെ ലോക്കൽ സഭയിൽ ഉണ്ട്. അതൊക്കെ പരിചയപ്പെടാനൊക്കെ ഇടയായതിൽ ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പ്രിയ കർത്തൃദാസൻ അനിൽ അടൂർ അവരുകളുമായിട്ട് ഒരുമിച്ച് വേദി പങ്കിടാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവിൽ ക്രൈസ്തവ കൈരളിക്ക് മുൻനിരയിൽ നിന്ന് ദൈവസഭയെ ആരാധനയിലേക്ക് നയിക്കുന്ന, ആത്മാവിൽ
ദൈവത്തിന് മഹത്വം കൊടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകനാണ്, ഒരു കർത്തൃദാസനാണ് പാസ്റ്റർ അനിൽ അടൂർ. ഒരുമിച്ച് വേദി പങ്കിടാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ ബ്ലസൻ മേമന, അതുപോലെ സിസ്റ്റർ സാറ കോവൂർ, അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എല്ലായിടത്തും എൻ്റെ കണ്ണ് എത്തുന്നില്ല. അതുപോലെ എനിക്ക് വളരെ സന്തോഷമുള്ളത് എൻ്റെ സഹപാഠിയും എൻ്റെ സുഹൃത്തും ചിരകാല പരിചിതനുമായ പാസ്റ്റർ ജിജി തോമസ്, കൺവെൻട്രി വർഷിപ്പ് സെൻറ്ററിലെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ. ഞങ്ങൾക്കൊരുമിച്ച് തിയോളജി പഠിക്കാൻ ഇടയാക്കി. ദീർഘവർഷങ്ങളിലെ 3 പതിറ്റാണ്ടിലധികത്തെ ഒരു ആഴമായ ബന്ധമാണ് പാസ്റ്റർ ജിജിയുമായിട്ട് ഇന്നൊരുമിച്ച് വേദി പങ്കിടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പവർഫുള്ളായി ദൈവം ഉപയോഗിക്കുന്നത് പാസ്റ്റർ ജിജി. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഞാനൊരു വിവാഹം നടത്തുമ്പോൾ അന്ന് ജിജി പാസ്റ്ററിൻ്റെ സഭയിലെ ഒരു മോനാണ് വരനായിരുന്നത്. അവിടെ വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഇവരെയൊക്കെ ശക്തമായി ഈ തലമുറയിൽ മോർ ദാൻ അവർ എക്സ്പെക്റ്റേഷൻസ് ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ എൻ്റെ സുഹൃത്ത് പാസ്റ്റർ ജെയിംസ് ജോൺ, അദ്ദേഹവും ഒരു ഗായകനാണ്, ദൈവസഭയ്ക്കൊരു അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ്. ഒരുമിച്ച് വേദി പങ്കിടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ഷിബി, അതുപോലെ പാസ്റ്റർ ജോൺസൺ ജോർജ്, പാസ്റ്റർ വിൽസൺ എബ്രഹാം, ജോൺ ലി പാസ്റ്റർ, സജി പാസ്റ്റർ, കൊയർ വർഷിപ്പിനൊക്കെ കീബോർഡ് വായിക്കുന്ന പ്രിയ ഡെൻസിലും ജസ്ലിനും രണ്ടുപേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ നിങ്ങളെല്ലാവരും കുറേ പേർ എനിക്ക് വളരെ പരിചിതമുള്ളവരാണ്. എങ്കിലും എല്ലാവരുടെയും പേരിനെയും പറയാൻ പോയാൽ എൻ്റെ ശുശ്രൂഷ നടക്കത്തില്ല. ഇന്ന് ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കുന്നത് 21st സെഞ്ച്വറിയിലാണ്. ആണോ അല്ലയോ? വി ആർ ഇൻ 21st സെഞ്ച്വറി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അതിശക്തമായ വ്യാപാരത്തിലേക്ക് ദൈവം നമ്മളെ കൈ പിടിച്ചിറക്കുന്ന ഒരു നൂറ്റാണ്ടാണ് ഈ നൂറ്റാണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അമേരിക്കയിൽ പോയാൽ ഒത്തിരി പ്രായമുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. ആമേൻ. ഏജ്ഡാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ജനറേഷനിൽ അമേരിക്കയിൽ ചെന്ന് സെറ്റിൽ ചെയ്ത് മലയാളി കോൺഗ്രിഗേഷനിലൊക്കെ പോയാൽ അവിടുത്തെ യങ്സ്റ്റേഴ്സിനെ കാണാൻ പറ്റത്തില്ല. കാരണം അവരെ ഇംഗ്ലീഷ് ചർച്ചുകളിലാണ് കൂടുതൽ പോകുന്നത്. എന്നാൽ ഇവിടെ വന്നാൽ UK എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിൻ്റെ സ്ഥലമാണ്. ആമേൻ. ചുറുചുറുക്കുള്ള, നല്ല സ്പിരിറ്റുള്ള, ആരാധിക്കാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആരാധിക്കാൻ റെഡിയായിരിക്കുന്ന, ആമേൻ. ഇവിടെ വന്ന് ഇവിടുത്തെ തണുപ്പൊക്കെ മാറണമെങ്കിൽ ആരാധിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അല്ലാതെ ഇങ്ങനെ തണുത്ത് ഉറഞ്ഞൊക്കെ ഇരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ കൈ അടിക്കണമെങ്കിൽ കൈ അടിക്കണം, ആരാധിക്കണം. നമ്മുടെ ഈ കോൺഫറൻസ് എന്ന് പറയുന്നത് തീരുമ്പോൾ ഇവിടെ ഓരോ സെഷനുകൾ തീ കത്തുന്ന സെഷനുകളായി മാറും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അതിന്? തീ കത്തണമെങ്കിൽ നമ്മൾ കത്തിക്കണം. നമ്മൾ ഒരുമിച്ചാണ് കത്തിക്കുന്നേ. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്ന. കുറച്ചുകൂടെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരാമോ മോനെ? കുറച്ചുകൂടെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് തരണം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുന്ന ആമേൻ സെഷനുകളായിട്ട് തീരണം. ഇത് 21st കോൺഫറൻസ് ആണ്. 2 decades ഓവർ. ഒരു പുതിയ ഡെക്കേഡിലേക്ക് കാലുവയ്ക്കുക. ആണോ അല്ലയോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. ഒരു പുതിയ ഡെക്കേഡ്, പുതിയ ലീഡർഷിപ്പ്, പുതിയ ജനറേഷൻ, ഒരു പുതിയ പവർ, ആമേൻ, ന്യൂ അനോയിന്റിങ്. അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നടുവിൽ സർവശക്തനായ ദൈവം വന്നിട്ടുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തെ ആരാധിക്കാൻ നീ തയ്യാറാണെങ്കിൽ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാണ്. ആമേൻ. അനിൽ പാസ്റ്ററിന് കുറച്ചുകൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ അതിശക്തമായ ആരാധന വെളിപ്പെടുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ഗെറ്റ് റെഡി ടു റിസീവ് ദ വേർഡ്. വചനം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് എത്ര പേര് വന്നിട്ടുണ്ട്?
സ്തോത്രം. വചനം ഏറ്റെടുക്കാൻ റെഡിയാകണം. പല പർപ്പസിലായിരിക്കും നിങ്ങളിവിടെ വന്നത്. ഫ്രണ്ട്സിനെ കാണണം, ആമേൻ, പരിചയമൊക്കെ പുതുക്കണം, നാട്ടിൽ നിന്നൊക്കെ വന്നവർ അവിടുന്ന് ഇവിടെ താമസിക്കുന്ന ഒരു ഗെറ്റ് ടുഗദർ, ആമേൻ, അതൊക്കെ നല്ലതാണ്, അത് വേണ്ട എന്നല്ല പറഞ്ഞത്. എന്നാൽ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ തീ കഷ്ണമായി വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ കത്തിയവരായി നിങ്ങൾ ഇവിടുന്ന് പോകണം. ആമേൻ. ഞാൻ അധിക സമയം മുഖവര പറഞ്ഞ് നീട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന ചെറിയൊരു സന്ദേശം പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ഞാൻ എൻ്റെ ശുശ്രൂഷ ഈ രാവിലത്തെ സെഷൻ അവസാനിപ്പിക്കും. ആധാരമായിട്ട് ബുക്ക് ഓഫ് യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 11 verse 1 and 2. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദി ഉള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിച്ചു കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് ഹൃദയമായി ഇടപെടുമാറാകണം. അങ്ങയുടെ നാമത്തെ ഞങ്ങളുടെ നടുവിൽ മഹത്വപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് അതിശക്തമായി ഈ വചനത്തിലൂടെ ഈ ജനത്തോട് ഈ കോൺഫറൻസിൻ്റെ ആദ്യത്തെ സെഷനിൽ തന്നെ ഇടപെടുമാറാകണം. ബലഹീനമായ അടിയൻ്റെ ശബ്ദത്തെ അവിടുന്ന് ബലപ്പെടുത്തണം. അങ്ങയുടെ വചനത്തിൻ്റെ വാതിൽ തുറക്കണം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ധാരാളം പ്രവചനങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ധാരാളം പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തു ജനിച്ചത് നമ്മൾ ജനിച്ചതുപോലെയല്ല. പാസ്റ്റർ ഡാനിയൽ ജനിച്ചതുപോലെയോ, പാസ്റ്റർ ബിനോയ് ജനിച്ചതുപോലെയോ, പാസ്റ്റർ ജിജി ജനിച്ചതുപോലെയോ, ഞാനും നിങ്ങളും ജനിച്ചതുപോലെയല്ല യേശു കർത്താവ് ജനിച്ചത്. സ്തോത്രം. ഞാനും നിങ്ങളും ജനിച്ചു കഴിഞ്ഞാണ് നമ്മുടെ പേരൻസ്, നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ 9 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന അമ്മ ഞാനൊരു ആൺകുട്ടിയാണെന്നറിഞ്ഞത് ജനിച്ചതിന് ശേഷമാണ്. ഒരുപക്ഷെ UK ജെൻഡറൊക്കെ ചോദിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞെന്ന് പറയാം. ഇന്ത്യയിൽ നമ്മളൊക്കെ മിക്കവാറും 99% ഇന്ത്യയെ ജനിച്ചവരാ. ഇന്ത്യയിൽ ആമേൻ ജെൻഡർ ചോദിക്കാനുള്ള അവകാശമില്ല, ചോദിക്കാൻ പാടില്ല, അത് കുറ്റകരമാണ്. അപ്പോൾ അവിടെ ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴൊക്കെയാണ് ജനിച്ച ഉടനെ നമ്മൾ ഗൂഗിൾ തപ്പി പേരൊക്കെ ഇട്ട് കൊടുക്കും. സ്തോത്രം. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഗൂഗിളൊന്നുമില്ല. അപ്പോൾ എന്തോ പേരിടണമെന്ന് ചിന്തിക്കുന്നത് തന്നെ നാളുകൾ കഴിഞ്ഞിട്ടാണ്. സ്തോത്രം. അപ്പോൾ നോക്കുക, അങ്ങനെ നമ്മൾ ജനിച്ചതുപോലല്ല യേശു കർത്താവ് ജനിച്ചത്. ആമേൻ. യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം ആരംഭിക്കുന്നത് ആമേൻ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. ആമേൻ എന്ന് പറഞ്ഞ മനുഷ്യ ഉൽപ്പത്തി മുതൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി കൊലക്കളത്തിൽ യാഗമായി തീരുന്ന പിശാചിന്റെ തലയെ കാൽവറിയിൽ തകർക്കുന്ന യേശുവിനെ കുറിച്ചുള്ള പ്രവചനം പുറത്തു വന്നു.
ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം പുറത്തു വന്നു തുടങ്ങിയത് മനുഷ്യ ഉൽപ്പത്തി മുതലാണെങ്കിൽ അത് ഇന്ന് വരെ നിറവേറപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു കർത്താവിനെ കുറിച്ച് അവൻ പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു. ആമേൻ. അപ്പോൾ ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിലെ തലയെ തകർക്കുമെന്ന് മാത്രമല്ല, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ പേര് പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ, ആമേൻ, അവൻ അഭിഷക്തനാണെങ്കിൽ, ഇവിടെ ഈ തിരുവഴുത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് വ്യക്തമായി കാണാൻ കഴിയുന്നു. എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള. ആമേൻ. അപ്പോൾ ആണാണെന്ന് മാത്രമല്ല, പേരെന്തുവാണെന്ന് മാത്രമല്ല, ഏതു കുടുംബത്തിൽ ജനിക്കണമെന്ന് സ്വർഗം എഴുതി വെച്ചു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ലോകത്തിലേക്ക് അവതരിച്ച യേശു കർത്താവ് ഏതു കുടുംബത്തിൽ ആരുടെ മകനായി ജനിക്കണമെന്ന് എഴുതപ്പെട്ടാണ് ലോകത്തിൽ വന്നതെങ്കിൽ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങൾ മുഴുവൻ നിറവേറി ഇന്ന് വരെ സംഭവിച്ചെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയാം, ഞാനും നിങ്ങളും കാത്തിരിക്കുന്ന നമ്മുടെ ആത്മമണവാളന്റെ മടങ്ങി വരവ്, വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മമണവാളന്റെ മടങ്ങി വരവ് വിശുദ്ധ തിരുവഴുത്തിൽ ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് തിരുവഴുത്തിൽ പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് വിശ്വസിക്കുന്നവർക്കായി, പ്രത്യാശ വയ്ക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Hallelujah. Praise the Lord. യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. വിശുദ്ധ തിരുവഴുത്തിൽ മുള എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ യേശുവിനെ കുറിച്ചാണ്. ഹലോ, വിശ്വസിക്കുന്നുണ്ടോ? മുള പൊട്ടിപ്പുറപ്പെടും എന്ന് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ യേശുവിനെ കുറിച്ചാണ്. വ്യക്തമായി അടിവരയിട്ട് നമുക്കറിയാം. നമുക്ക് 4 സുവിശേഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ സുവിശേഷം? മത്തായിയുടെ സുവിശേഷം, മാർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4ഉം യേശു ക്രിസ്തുവിൻ്റെ ചതുർവിധ സ്വഭാവങ്ങളെ കാണിച്ചിരിക്കുക. കർത്താവിൻ്റെ 4 സ്വഭാവങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് കാണിച്ചിരിക്കുക, ചിത്രീകരിച്ചിരിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ ദാസൻ, സെർവന്റ് ഓഫ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രനായി, ദ സൺ ഓഫ് മാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവപുത്രനായി ലോകത്തിൽ വരുന്ന സൺ ഓഫ് ഗോഡ്. അപ്പം ചതുർവിധ സ്വഭാവങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. ഈ ചതുർവിധ സ്വഭാവങ്ങളിൽ തന്നെ യേശു കർത്താവിൻ്റെ യേശു കർത്താവിനെ മുളയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒന്ന് വായിച്ചാൽ മനസ്സിലാകും. ഞാൻ അല്പം വചനം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ദൂതി കയറാമെന്ന് വിചാരിച്ച ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 23, ഇരമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുള. അപ്പോൾ ദാവീദിൻ്റെ നീതിയുള്ള മുള എന്ന് പറഞ്ഞാൽ രാജാവായിട്ടുള്ള മുള. ആമേൻ. സഖരിയാവ് 3:8. മഹാപുരോഹിതനായ യോശുവയെ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. അടുത്തത്, ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. നോക്കിയ ദാസനായ മുള. ആമേൻ. അടുത്തത് സഖരിയാവ് 6:12.
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന്. മുള എന്ന് പേരുള്ള പുരുഷൻ, മനുഷ്യപുത്രനായ പുരുഷനായ മുള. അടുത്തത് യെശയ്യാവ് 4:2 വായിച്ചാട്ടെ. അന്നാളിൽ യഹോവയുടെ മുള, അന്നാളിൽ യഹോവയുടെ മുള. അപ്പോൾ ഇവിടെ ചതുർവിധ സ്വഭാവങ്ങളിൽ യേശുക്രിസ്തുവിനെ മുള എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന മുള എന്ന് പറയുന്നത് സംശയലേശമന്യേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തു ആകുന്ന മുള. ഹല്ലേലൂയ. അത് എവിടുന്ന് വരുമെന്നാ? ദാവീദിന്റെ കുടുംബത്തിനകത്തുനിന്ന്. ഈ ദാവീദ് എന്ന് പറയുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഇച്ചിരി വെള്ളം തരാം, ആ ഗ്ലാസ്സിനധികം എന്നാ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ശ്രദ്ധിക്കണം, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവാണ്. രാജകുടുംബത്തിലൊന്നും പിറന്നവനല്ല ദാവീദ്. ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിലൂടെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന കുടുംബത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു സന്താനമായിരുന്നു ദാവീദ്, അല്ലേ? കുടുംബത്തിൽ ആർക്കും വേണ്ടാത്ത ഒരാളാണ് ദാവീദ്. 8 മക്കളുണ്ട്. 8ാമനായ പൊട്ടൻ ദാവീദ് എന്നൊക്കെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നവൻ്റെ കുടുംബം നോക്കിയില്ല, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, അവൻ്റെ എഡ്യൂക്കേഷൻ നോക്കിയില്ല, അവൻ്റെ ഒരു പശ്ചാത്തലവും ദൈവം നോക്കിയില്ല. സ്വർഗത്തിലെ ദൈവത്തിന് അവൻ്റെ മേൽ പ്രസാദം തോന്നി അവൻ്റെ കുടുംബത്തെ രാജകുടുംബമാക്കാൻ ദൈവത്തിന് ഹിതം തോന്നി. അവൻ ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോണം. ആരാധിക്കാൻ അകത്ത് പവർ ഉള്ളവരുണ്ടെങ്കിൽ ആരാധിച്ചോണം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. സ്തോത്രം. ഇന്നിവിടെ വന്നിരിക്കാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗമാക്കി നിന്നെ തീർക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച് രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയെങ്കിൽ അവൻ നിന്റെ സ്റ്റാറ്റസ് മാറ്റാൻ ദൈവത്തിന് പറ്റും. നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ഒരു ആട്ടിടയനെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തി ആ സിംഹാസനത്തിൽ ഇരുത്തിയ ഒരു സാധാരണക്കാരനായ രാജാവിനെ അല്ല, അവന് ദൈവം വാഗ്ദത്തം കൈമാറുക. എന്തോ വാഗ്ദത്തം എന്നറിയാമോ? അവൻ നിന്റെ കുടുംബത്തിനകത്തുനിന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനെ ജനിപ്പിക്കാൻ ഏറ്റെടുക്കാൻ കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ കോൺഫറൻസ് കഴിഞ്ഞ് നീ മടങ്ങിപ്പോകുന്നത്, ഈ സെഷൻ കഴിഞ്ഞ് നീ മടങ്ങിപ്പോകുന്നത് സാധാരണക്കാരനായിട്ടല്ല. നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ, നിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ, നിന്റെ സിറ്റുവേഷൻസ് മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ദാവീദിനെ, ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കി എന്ന് മാത്രമല്ല, അഖിലാണ്ടത്തിന്റെ ഉടയവനെ അവന്റെ കുടുംബത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന വാഗ്ദത്തങ്ങൾ കൈമാറാൻ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ചില വാഗ്ദത്തങ്ങളെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരത്തക്ക രീതിയിൽ ഇന്ന് കൈമാറ്റം ചെയ്യുന്ന പകലാണെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം ചില കൈമാറ്റങ്ങളുടെ ഒരിക്കലും പ്രാപിക്കാൻ യോഗ്യതയില്ലാത്ത ചില വാഗ്ദത്തങ്ങളെ നിന്റെ കുടുംബത്തിനകത്തേക്ക് ദൈവം പകരുന്നത്. ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവരുണ്ടോ ഇവിടെ? ഹല്ലേലൂയ. നോക്കിയാൽ ഒരു സാധ്യതയില്ല, നടക്കാൻ സാധ്യതയില്ല, ഒരിക്കലും നടക്കത്തില്ല, അത് സംഭവിക്കത്തില്ല. എങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ല ദാവീദേ, നിന്നിൽ അവസാനിക്കുന്നതല്ല നിന്റെ രാജത്വം. രാജാതി രാജാവിനെ, രാജാതി രാജാവിനെ
നിന്റെ കടിപ്രദേശത്തിനകത്തൂന്ന്, നിന്റെ ജീനിയോളജിക്കകത്തൂന്ന്, നിന്റെ വംശാവലിക്കകത്തൂന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. ശേഷം ശലോമോനെ എഴുന്നേൽപ്പിച്ചു. ശലോമോന്റെ കാലം വന്നപ്പോൾ രാജ്യം പ്രബലപ്പെട്ടു. ആമേൻ. അത് കഴിഞ്ഞപ്പോൾ രഹബിയാമിനെ എഴുന്നേൽപ്പിച്ചു. രാജ്യം അവിടെ തീരുക, രാജ്യം വിഭജിക്കപ്പെട്ടു. നോർത്തേൺ കിങ്ഡം എന്നും സദേൺ കിങ്ഡം എന്നും ഒക്കെ വിഭജിക്കപ്പെടുക. അവന് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ, നമുക്കറിയാം അശൂർ, ബാബിലോണിയൻ, റോമൻ സാമ്രാജ്യങ്ങൾ കയറി അറ്റാക്ക് ചെയ്തു. ഈ കിങ്ഡം തീർത്ത് കളയുക. ഞാൻ ചെയ്ത് കർത്താവേ, ഈ കിടക്കുന്ന വാഗ്ദത്വം കിടക്കുമ്പോൾ എന്താ ഈ തകർച്ച, എന്താ ഈ പോരാട്ടം? ദൂത് പറയാം, വാഗ്ദത്തം ഉള്ളവനാണ് പോരാട്ടം. ദൈവം നിന്നെ എന്തിനെ കണ്ടിട്ടുണ്ടോ, എന്താണോ ദൈവത്തിന്റെ പദ്ധതി, അത് നിന്നിൽ നടക്കാതിരിക്കാൻ നിനക്കെതിരെ വാദിച്ച് പോരാടുന്ന, നിന്നെ തകർത്ത് മാറ്റുന്ന നീയാകുന്ന വൃക്ഷത്തെ മുറിച്ചു മാറ്റി. ഓ, ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഒരു മുള പോലും പുറത്തു വരത്തില്ലെന്ന് അതിശക്തമായി വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ ഈ കോൺഫറൻസിന്റെ പ്രഥമ മീറ്റിംഗിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദൂത് കൈമാറുന്നു. ആമേൻ. നിനക്ക് നിന്റെ വാഗ്ദത്തത്തിനെതിരെയുള്ള ഒരു പോരാട്ടം, ആമേൻ, നിന്റെ ശുശ്രൂഷക്കെതിരെയുള്ള ഒരു പോരാട്ടം, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെയുള്ള ഒരു പോരാട്ടം, നിന്റെ തലമുറയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം. ആ പോരാട്ട ശക്തികളുടെ മുമ്പിൽ നീ തകർന്നെന്ന് ലോകം പറഞ്ഞാലും അവിടെ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഓ റിഖബറബ ഔഡമാന ശബ്ദറബറബ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു വലിയ വൃക്ഷമായി, അതുകൊണ്ടാണ് വൃക്ഷമായതുകൊണ്ടാണ് ഇശായിയുടെ കുറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വൃക്ഷം കടപുഴകി വീണാൽ വേരോടെ വീഴും, അങ്ങനല്ലേ? കാറ്റൊക്കെ അടിച്ച് കടപുഴകി വീണാൽ വൃക്ഷം മുറിഞ്ഞു വീഴത്തില്ല, വൃക്ഷം വേരോടെ കടപുഴകി വീഴും. സ്തോത്രം. എന്നാൽ ഇവിടെ വേരോടെ വീണതല്ല, ഇത് വെട്ടി മാറ്റപ്പെട്ടതാണ്. അതാണ് കുറ്റിയായി അവശേഷിക്കുന്നത്. സ്തോത്രം. സാമ്രാജ്യ ശക്തികൾ, പൈശാചിക പോരുകൾ, ഇതിനെ വെട്ടാൻ പിശാച് ഉപയോഗിച്ചത് സാധാരണ ശക്തിയല്ല, സാമ്രാജ്യ ശക്തികളെ തന്നെ ഉപയോഗിച്ചു ഇതിനെ വെട്ടിമാറ്റാൻ. കാരണം പിശാചിനൊരു കാര്യം അറിയാം, ഇത് നിന്നാൽ ഇതിനകത്തുനിന്ന് എൻ്റെ തല തകർക്കുന്നവൻ പുറത്തു വരും. ദൂത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് നിന്നാൽ എൻ്റെ തല തകർക്കുന്നവൻ ഇതിനകത്തുനിന്ന് പുറത്തു വരും. ഇതിനെ വെട്ടിയാൽ ഇതവിടെ തീരും. അവന്റെ ചെറിയ ബുദ്ധിക്കകത്തുനിന്ന് അവൻ ചിന്തിച്ച് തീർക്കാനുള്ള ഒരു വഴിയായി ഇത് വെട്ടിക്കളയാ. ഹല്ലേലൂയ. അങ്ങനെ അവൻ വെട്ടിയത്. ദാവീദും യെശയ്യാവും തമ്മിൽ 300 വർഷങ്ങളിലെ ഗ്യാപ്പുണ്ട്. ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് എത്ര വർഷമായി? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 300 വർഷം. യെശയ്യാവും യേശുക്രിസ്തുവും തമ്മിൽ 700 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ യേശു ജനിക്കേണ്ട സമയമായപ്പോൾ ഇത് വെട്ടി മാറ്റപ്പെട്ടതിന് ശേഷം ഏകദേശം എത്രയായി? 1000 വർഷമായില്ലേ? അപ്പോൾ 300 വർഷം കഴിഞ്ഞപ്പോഴാണ് ദൂത് വെളിപ്പെടുക. ഈ കുറ്റിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. ഹലോ, സ്തോത്രം. 300 വർഷം കഴിഞ്ഞപ്പം യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകനിലൂടെ ദൂത് പറയുകയാണ്, ഈ കുറ്റിക്കകത്തുനിന്ന് ലോകം മുഴുവൻ പറഞ്ഞ് ഈ കുറ്റി തീർന്നെന്ന് പറഞ്ഞിരിക്കുക. ഇതിൻ്റെ പേര് പട്ടുപോയി, ഇതിനകത്തുനിന്ന് ഇനിയൊരു ജീവൻ പുറത്തു വരത്തില്ല.
എന്ന് ചിന്തിച്ച് ലോകം, സാമ്രാജ്യ ശക്തികൾ ഇനി ഇതിനൊരു പുറത്തു വരലില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ 300 വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് യെശയ്യാവിലൂടെ പറയാണ്, ഇല്ല, ഈ കുറ്റി പട്ടുപോയിട്ടില്ല, ഇതിനകത്തുനിന്ന് ഞാൻ കുറ്റിയിൽ നിന്ന് മുള പുറത്തു കൊണ്ടുവരും. ഓ, എഴുതി തള്ളിയ ചില വിഷയങ്ങളെ നോക്കി, ലോകം തീർന്നെന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് പറയുന്നു, നീ തീർന്നെന്ന് പറഞ്ഞെടുത്തുന്ന് ദൈവത്തിലെ അത്ഭുതങ്ങൾ പുറത്തു കൊണ്ടുവരും. ഏറ്റെടുക്ക. കൃപ പ്രാപിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ തീർന്നെന്ന് പറഞ്ഞെടുത്തുന്ന് ഇനി സംഭവിക്കത്തില്ല, നടക്കത്തില്ല. യെസ്, പരിശുദ്ധാത്മാവ് പറഞ്ഞില്ല, ഈ കുറ്റിക്കകത്തുനിന്ന് ഏറ്റെടുക്കാൻ റെഡിയായി വന്ന എത്ര പേരുണ്ട്? റിസീവ് ചെയ്യാൻ റെഡിയായി വന്ന എത്ര പേരുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹോദര നിന്നെ നോക്കി ദൂത് പറയുന്നു. ഒരു പുതിയ വാഗ്ദത്തം നിന്റെ അകത്തേക്ക് ദൈവം ഒരു വിത്ത് പാകുന്നത് പോലെ ഇന്ന് ഈ മീറ്റിംഗിൽ പാകുകയാണ്. നിന്റെ കുറ്റി എന്ന് നീ പറഞ്ഞ അഴുകിപ്പോയി, ചീഞ്ഞുപോയി, പട്ടുപോയി എന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ നോക്കി ദൈവം ദൂത് പറയുക. ഹല്ലേലൂയ. ഈ ദൂത് 300 വർഷം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും പോവുക വർഷങ്ങൾ മുമ്പോട്ട്. പിന്നെ യേശു ജനിച്ച് എത്ര വർഷം കഴിഞ്ഞ? 700 വർഷം. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു വൃക്ഷം വെട്ടിമുറിച്ചു മാറ്റിയാൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുറ്റി അടുത്ത മഴയത്ത്, അങ്ങനെയല്ലേ പറയുന്നത്? UK വന്നപ്പോൾ മറന്നൊന്നും പോയില്ലല്ലോ. ഈ കുറ്റി അടുത്ത സീസണിൽ കിളിർക്കും. അടുത്ത മഴയത്ത്. എനിക്ക് ചെറിയ ബൈബിൾ കോളേജുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ ബൈബിൾ കോളേജിൽ ഞാൻ പുറത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നട്ട ഒരു പ്ലാവ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, സ്റ്റുഡൻസിനെ നോക്കി പറഞ്ഞു, ഇതിൻ്റെ ആ ബ്രാഞ്ച്, ആ ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് പോകുന്ന ബ്രാഞ്ച് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചു പറഞ്ഞിട്ട് അതിനെ മുറിച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ ട്രഷററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്ലാവ് വെട്ടാൻ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ബ്രാഞ്ച്, ആ ഇലക്ട്രിസിറ്റിയിലേക്ക് പോകുന്ന ബ്രാഞ്ച്, അവരിതിനെ മൂടോടെ വെട്ടി നിർത്തിയിട്ടുണ്ടെന്ന്. ആമേൻ. അപ്പം ബൈബിൾ കോളേജ് നടത്തിയ ഒരു ഗുണം, ബ്രാഞ്ച് വെട്ടാൻ പറഞ്ഞ അവന്മാർ എന്ത് ചെയ്യും? മൂട് വെട്ടും. സൂക്ഷിച്ചോണേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥനയാണ്, കർത്താവേ ഇത് പൊട്ടിക്കിളിക്കണേ, നല്ല തേൻ വരിക്കുകയാണ് കർത്താവേ, ഞാൻ കാശ് കൊടുത്തു പറ്റി ഞാൻ നട്ടതാണ്, ഇത് ഭാഗ്യത്തിന് കിളിച്ചു. സ്തോത്രം. ഇപ്പോൾ നിറഞ്ഞ് ചക്ക കിടക്കുക. നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സീസൺ കഴിയുമ്പം അത് കിളിർക്കും. കിളിർത്തില്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഇത് കിളിക്കാൻ പോകുന്നില്ല, ഇനി ഇത് കിളിർക്കത്തില്ല, വേര് പട്ടുപോയി. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സീസൺ അല്ല, ദൈവത്തിന്റെ സീസൺ. നിന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയം. നീ പലത് കഴിഞ്ഞു പോയെന്നും തീർന്നു പോയെന്നും വീതി എഴുതി കറിയുമ്പോൾ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ തൊട്ട് ദൂത് പറയുക, തീർന്നിട്ടില്ല. അവൻ നൂറ്റാണ്ടുകൾ കഴിയട്ടെ, പതിറ്റാണ്ടുകൾ കഴിയട്ടെ, യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ, യേശു ജീവിക്കുന്നുണ്ടെങ്കിൽ get ready. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ നോക്കി ദൂത് പറയുകയാണ്, നീ അടച്ചു വച്ച ചില വിഷയങ്ങളുടെ മേൽ നീ നടക്കത്തില്ലെന്ന് പറഞ്ഞ നിന്റെ ചിന്തകൾ, നിന്റെ പ്ലാനുകൾ ഒക്കെ തീർന്നെന്ന് നീ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ല, തീർന്നിട്ടില്ല. ഏറ്റെടുക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ദൈവശക്തി ഈ ഹോളിനകത്ത് അവൻ ഒഴുകുന്നത്, ഓരോരുത്തരും വ്യാപരിക്കുന്നത്. അവൻ നിർജീവമായി പോയതിനെ ജീവിപ്പിക്കാൻ
നിർജീവമായി പോയതിനെ ജീവിപ്പിക്കാൻ, തീർന്നു പോയതിനെ ജീവിപ്പിക്കാൻ ദൈവാത്മാവിന്റെ അഭിഷേകം ഏറ്റെടുക്കാൻ തയ്യാറായി വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞോട്ടെ, സീസൺ കഴിഞ്ഞോട്ടെ, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. അവൻ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ ദൈവത്തിന്റെ വിചാരങ്ങൾ അവൻ അത്യുന്നതമായിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നടന്നിരിക്കും. ആമേൻ. നടക്കുമെന്ന് ഉറപ്പുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ബുക്ക് ഓഫ് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ 19-ാം അധ്യായം ആണെന്ന് തോന്നുന്നു, 19-ാം അധ്യായം അതിൻ്റെ ആമേൻ ഈ 10 ബുക്ക് ഓഫ് ജെറമ്യ എടുക്കാമോ ഒന്ന്? ആമേൻ, വായിച്ചേ. പിന്നെ നിന്നോട് കൂടെ പോന്ന പുരുഷന്മാർ കാണുകെ നീ ആ മൺകുടമുടച്ച് 29-ന്റെ 10-11 വാക്യങ്ങൾ വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് യിരെമ്യാവ് ദൂത് കൈമാറുകയാണ്. എന്താ ദൂതെന്നറിയാമോ? ആമേൻ. ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങി വരവിനെ കുറിച്ച്. സ്തോത്രം. അസാധ്യമായൊരു കാര്യം, നടക്കാൻ ഒരു സാധ്യതയും ഇല്ല. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ 430 സംവത്സരം 430 ഇയേഴ്സിന് ശേഷം മടങ്ങിപ്പോകുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾ ഇവിടെ നിന്ന് എത്ര കണക്ക് കൂട്ടിയാലും ഇന്ത്യ തിരിച്ചു പോകുന്ന കാര്യം തന്നെ എത്ര പാടാ. ഞാൻ ജിജിപ്പാസിനോട്, ജിജിപ്പാസ് എന്തെങ്കിലും സാധ്യതയുണ്ടോ തിരിച്ച് നാട്ടിൽ വരാൻ? ആയുസിൽ എൻ്റെ പാസ്റ്റേ, എൻ്റെ ധാരിയിൽ നടക്കാൻ സാധ്യതയില്ല. സ്തോത്രം. അപ്പം 430 സംവത്സരം ജനറേഷൻ ടു ജനറേഷൻ പാസ്സായി. സ്തോത്രം. 70 വർഷം നോക്കുക, ബാബിലോണിൽ 70 വർഷം. 70 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച ഇന്ത്യ അവിടെ അതുപോലെ ഉണ്ടല്ലോ. ഒന്നുമില്ല, അടച്ചു കിടക്കുന്നൊരു വീടെങ്കിലും അവിടെ ഇല്ലേ? എന്നാൽ ഇസ്രായേലിന് നോക്കാൻ അവന് സ്വന്തം വീടില്ല, അവന് ആലയമില്ല. അവൻ ശലോമോന്റെ ദൈവാലയം എന്നൊക്കെ പറഞ്ഞാൽ 1,53,600 പേരെ കൊണ്ട് പണിയിപ്പിച്ച സാധനമാണ്. 7 വർഷം കൊണ്ട്. സ്തോത്രം. സ്വർണം പൊതിഞ്ഞത്, ഈ സ്വർണവും താമ്രവും മുഴുവൻ അവന്മാർ മാന്തിക്കൊണ്ട് പോയി. ഒന്നുമില്ല അവിടെ ബാക്കി. സ്തോത്രം. വീടുകളില്ല, മതിലില്ല, വാതിലില്ല, എല്ലാം തകർന്നു കിടക്കുമ്പോൾ ഇനി ഒരിക്കലും ഒരു മടങ്ങിപ്പോക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവാചകനായ യിരെമ്യാവിലൂടെ പറയുന്നു, there is a time to go back. തിരിച്ചു പോകാൻ ഒരു സമയം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നടക്കത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും, ഈ ആലയം ഇനി പണിയത്തില്ലെന്ന് ലോകം വിധി എഴുതിയാലും, അവ ഇനി ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നും മാറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. വാഗ്ദത്തം, വചനം, പ്രവചനം നിറവേറിയിരിക്കും. There is no doubt at all. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ നേരത്തെ കാലപ്പഴക്കത്തിലാണെങ്കിലും കാലഹരണപ്പെട്ടത് നിനക്ക് തോന്നിയാലും പരിശുദ്ധാത്മാവിൽ ദൂത് പറയുന്നു, അത് നടന്നിരിക്കും, നിശ്ചയം സംഭവിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ദൈവം ദൂത് പറയുന്നു. ദൈവാത്മാവ് കഴിഞ്ഞ നാളുകളിൽ അഭിഷക്തന്മാരിലൂടെ കൈമാറിയ ദൂതുകൾ അത് സംഭവിക്കുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എനിക്ക് അവിടെ പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞെന്നറിയാമോ? അടുത്ത വാക്യം കൂടെ വായിക്കാമോ?
70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന്. ഈ സ്ഥലത്തേക്ക് നിങ്ങളെ മടക്കി വരുത്തും. ഈ മടക്കി വരുത്തും എന്ന് പറയുമ്പോഴും ഇത്രയും തകരുമെന്ന് ഇവർ ചിന്തിച്ചില്ല. നമ്മൾ നോക്കേണ്ടത് തകർച്ചയാണ്. നമ്മൾ നോക്കുന്നത് വെട്ടിമാറ്റപ്പെട്ട അവസ്ഥയാണ്. സ്തോത്രം. റീബിൽഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ തകർന്നവരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന ദൂത്? എനിക്കും നിങ്ങൾക്കും പണിതെടുക്കാൻ പറ്റുന്ന ചില മണ്ഡലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ പണിയാൻ പറ്റാത്തതുപോലെ നീ തകർന്നു പോയാൽ, പണിയാൻ പറ്റാത്തതുപോലെ നീ തീർന്നു പോയാൽ, പണിയാൻ പറ്റാത്തതുപോലെ നിന്നെ ചണ്ടിക്കൂമ്പാരമാക്കിയാൽ, നിന്നെ നോക്കി ഈ ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് നിന്നെ പണിയാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ, ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. ലോകം എത്രമാത്രം നിന്നെ തകർത്താലും ചാരത്തിനകത്തുനിന്ന് ജീസസ് ചാരത്തിനകത്തുനിന്ന് ദൈവാത്മാവ് അങ്ങനെ ഇന്ന് പകൽക്കാലം ദൂത് പറയുന്നു. ചാരത്തിനകത്തുനിന്ന് നിന്നെ ഉയർപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഈ കോവിഡ് എന്ന് പറയുമ്പം എനിക്കൊരു ഞെട്ടലാണ്. എന്താ കാര്യം എന്നറിയാമോ? കോവിഡ് എനിക്ക് നഷ്ടമാക്കിയ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുസിലിനെയാണ്. ഞങ്ങൾ 3 പേരും ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നവരാ. സുസിൽ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ തിരിച്ചു വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കയറുമ്പോൾ എന്നെ വീഡിയോ കോൾ വിളിച്ചു, ഡാനിയലെ പ്രാർത്ഥിക്കണേ, ഞാൻ വെന്റിലേറ്ററിലേക്ക് എന്നെ കയറ്റാൻ പോവാണ്, സംസാരിക്കാൻ വയ്യ. സ്തോത്രം. കോവിഡ് സമയത്ത് അനേക പാസ്റ്റേഴ്സിനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെഡ് ബോഡി മേടിച്ച് തിരുവനന്തപുരത്ത് ശ്മശാനങ്ങളിൽ എന്ന് പറഞ്ഞ ശാന്തി തീരം അല്ലെങ്കിൽ ശാന്തി കവാടം ശ്മശാനങ്ങളിൽ കൊണ്ടുവന്ന് കത്തിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒരിക്കലൊരു എൻ്റെ ഫ്രണ്ട് പാസ്റ്റർ സാങ്കുട്ടി എന്നെ വിളിച്ചു. തിരുവനന്തപുരത്ത് IPCയിലെ പാസ്റ്ററാണ്. എന്നോട്, പാസ്റ്റർ ഞങ്ങളെല്ലാവരും കോവിഡായിട്ട് കിടക്കുക, എൻ്റെ സിസ്റ്ററിലോ കോവിഡായിട്ട് കിടക്കുന്നു, ഞങ്ങളെല്ലാം കോവിഡാണ്, എൻ്റെ ബ്രദർ മരിച്ചുപോയി പാസ്റ്ററെ, ആ ബോഡി ഒന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് വാങ്ങിച്ച് ഒന്ന് ആ നെടുവങ്ങാടുള്ള ശാന്തിതീര ശ്മശാനത്തിൽ കൊണ്ടൊന്ന് കത്തിക്കാൻ കൊടുക്കാമോ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, കൊടുക്കാം പാസ്റ്ററെ, ആരും ഇല്ലെങ്കിലും ഞാൻ പോകാം, ഒറ്റയ്ക്കാണേലും പോകാം. ഭയങ്കര പേമാരി. ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്നു, ആ ഡെഡ് ബോഡി വാങ്ങിച്ചു, പൊതിഞ്ഞു കെട്ടി, സിബിട്ട് എല്ലാം മൂടിക്കെട്ടി, ഒന്നും കാണാത്ത എന്തോ ഒരു മനുഷ്യ ശരീരമാണ് അറിയത്തില്ല, എൻ്റെ കൈ തന്നു. ഞാനതിനെ ഒരു ആംബുലൻസ് കയറ്റി, അവിടുത്തെ സ്റ്റാഫ് എല്ലാം കൂടെ വരികയാണ് ആംബുലൻസിനകത്ത്. ഞാൻ എൻ്റെ വാഹനത്തിൽ പോയി. അവിടെ ചെന്ന് പെരുമഴയത്ത് ഞാൻ ആ ഇലക്ട്രിക് പ്ലേറ്റിലേക്ക് ആ ഡെഡ് ബോഡി വെച്ച് കൊടുക്കാനായിട്ട് അവരെടുത്ത് കയറ്റുമ്പോൾ, ഞാൻ വേദപുസ്തകത്തിൽ, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, വേദപുസ്തകത്തിലെ വാക്യം എൻ്റെ കൂടെ ഒരു പാസ്റ്റർ സാമുവൽ തോമസ്, ഞങ്ങളുടെ ചർച്ചിലെ അസോസിയേറ്റ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിദാസനാണ്, അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയി. അദ്ദേഹത്തെ ഞങ്ങൾ ഒരുമിച്ച് ആ ബോഡി കയറ്റുമ്പോൾ ഞാൻ വേദപുസ്തകം എടുത്ത് വായിച്ചു. ആമേൻ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഞാൻ ബോഡി നോക്കി വിളിച്ചു പറഞ്ഞു, ഈ ശരീരം ഈ ഇലക്ട്രിക് പ്ലേറ്റിൽ വെച്ച് ചാരമാക്കിയാലും, വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? ആ ചാരം അവർ വാരിക്കൂട്ടി ഈ മഴയത്ത് കൊണ്ട് തള്ളിയാലും, ഈ മഴയത്ത് ആ ചാരം ഒലിച്ചു പോയാലും, കാഹളം കേൾക്കുമ്പോൾ മോനെ നെഞ്ചിലെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശക്തി, എന്റെ അടുക്കൽ കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി, in the name of Jesus. Hallelujah. ഞാൻ പറയട്ടെ, എല്ലാം തീർന്നെന്ന് പറഞ്ഞ് ചാരമായാലും ചാരത്തിനകത്തുനിന്ന് ഉയർപ്പിക്കാൻ വാഗ്ദത്തം ഉണ്ടോ? ദൈവശബ്ദം ഉണ്ടോ? നടന്നിരിക്കും. വിശ്വസിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? മുൻപിൽ നിന്ന് പുറകു വരെ ആത്മാവിൽ ദൈവശക്തി വ്യാപരിക്കുന്ന മനസ്സിലാക്കുക. ഈ ഓഡിറ്റോറിയം, ഈ കൺവെൻഷൻ സെന്ററിനകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്.
ഈ കൺവെൻഷൻ സെന്ററിനകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ സ്റ്റാറ്റസ്, നിന്റെ സാഹചര്യങ്ങൾ എല്ലാത്തിനും അപ്പുറത്ത് ഒരു അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നവർ ശക്തിയോടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന 11ാമത്തെ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഞാൻ കുറെ പ്രാവശ്യം വായിച്ചിട്ടിങ്ങനെ ഇതെന്തോ അറിവാ. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുത്താൻ. വേറെ ഏറ്റവും വലിയ ആഗ്രഹം എന്തോന്നറിയാമോ? എനിക്കെന്ന് തിരിച്ചു പോകാൻ പറ്റുമെന്നാണ്. എനിക്കെന്ന് അവിടെ പോയി ആലയത്തിൽ ആരാധിക്കാൻ പറ്റും. ഇന്നിപ്പോൾ അർലി വർഷത്തിലൊക്കെ കിന്നരമൊക്കെ തൂക്കിയിട്ട് അവരിങ്ങനെ വിലാപത്തിൻ്റെ പാട്ട് പാടുക. ഓ, ഹൃദയത്തിനകത്ത് ആഗ്രഹം, എന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോകും. ഇനി ഞങ്ങൾക്ക് ആലയം പണിയാൻ പറ്റുമോ? ഇനി ഞങ്ങൾ എങ്ങനെ പണിയും? ഈ 1,53,600 പേരെ കൊണ്ട് സ്വർണം പൊതിഞ്ഞുണ്ടാക്കിയ ആലയം പോലെ ശലോമോന്റെ ആലയം കണ്ടവൻ ഇനി ഒരാലയം പണിയാൻ മുതിരുവോ? ഓ, തീർന്നു കിടക്കുക, നടക്കാൻ സാധ്യതയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അവരെ നോക്കിയപ്പോൾ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ ഇന്നവയെന്ന് നിനക്കറിയത്തില്ല, എനിക്കറിയാം. ഓ, അത് അറിയുന്ന ഒരു ദൈവം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? നിന്നെ കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, ഓ, ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ. ഇന്ന് നിനക്ക് ഈവൻ ഗസ് ചെയ്യാൻ പറ്റാത്തത്, നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന പശ്ചാത്തലം നോക്കിയ നടക്കത്തില്ല. ദൈവം പറയുന്നു നടക്കും. ഹലോ, നടക്കുവോ? നമ്മൾ ഇവിടെ വരുമെന്ന് വിചാരിച്ചു? ഞാൻ ഒട്ടും വിചാരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവം വിചാരിച്ച വരും. അല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. പകുതിക്കാണേലും പ്രസംഗം അവസാനിപ്പിക്കാം. ഞാൻ താമസിക്കുന്ന വീടിനടുത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഒരു നായർ കുടുംബം, ശ്രീകുമാർ. ഇതുപോലെ നല്ല ആൾക്കാർ വേറെ ഇല്ല. ഞങ്ങളുടെ ചുറ്റുമെല്ലാം കോമ്പൗണ്ടഡ് വീടുകൾ, വില്ലാസാണ് എല്ലാം. ഇവർ മാത്രം മതിൽ കെട്ടിയിട്ടില്ല. എൻ്റെ ഓപ്പോസിറ്റാണ്. ജിജു പാസ്റ്റർ വന്നിട്ടുണ്ട്. ആര് വന്നാലും വണ്ടി അവിടെ ഇടുന്നത്. ഇപ്പം ഞാനൊരു പ്രാവശ്യം, ഞാനൊരു 6 സെൻറ്റ് സ്ഥലത്തിനകത്തല്ലേ, അപ്പം നമ്മുടെ കോമ്പൗണ്ടിനകത്ത് എല്ലാ വണ്ടിക്ക്, നമ്മുടെ വീട്ടിൽ അവർ വേറെ വണ്ടി കയറത്തിനകത്ത്. അപ്പം ആ കോമ്പൗണ്ടിങ്ങനെ തുറന്ന് കിടക്കുക. ഞാൻ ഒരിക്കൽ ശ്രീകുമാരോട് ചോദിച്ചു, ശ്രീകുമാർ മാത്രം എന്താ ഈ എബനേസർ വില്ലായ്ക്കകത്ത് ഈ ഗാർഡൻസിനകത്ത് മതിൽ കെട്ടാതെ? എന്നോട് ശ്രീകുമാർ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ദിവസം 15 പേരെങ്കിലും പാസ്റ്ററേക്കാൻ ഞാൻ എണ്ണാറുണ്ട് ഇവിടുന്ന്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ വലിയ ഉദ്യോഗസ്ഥനാണ് ഞാൻ. ലീവുള്ള ദിവസം 15 പേരെങ്കിലും പാസ്റ്ററെ കാണാൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം ഞാൻ മതിൽ കെട്ടിയാൽ പിന്നെ ഇവരെവിടെ കാറിടും? സ്തോത്രം. ഞാൻ ചിന്തിച്ച്, കർത്താവേ, ഒരു പെന്തിക്കോസുകാരനായിരുന്നെങ്കിൽ എന്നേ മതിൽ കെട്ടി ആണിയും വെച്ചേനെ. സ്തോത്രം. ഹല്ലേലൂയ. ആ നായർ സഹോദരൻ, എൻ്റെ സഹോദരൻ ശ്രീകുമാറിൻ്റെ മനസ്സ് നമുക്കുണ്ടായ നമ്മൾ നശിച്ചുവിടത്തില്ലേ? ഇവിടെ പിന്നെ കുറച്ചുകൂടെ കൂട്ടായ്മയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ആ മുറ്റത്ത്, ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ആ ശ്രീകുമാറിൻ്റെ വീട്ടിൽ തന്നെ ഒരു മരം നിൽപ്പുണ്ട്. നല്ല മനോഹരമായൊരു മരം. ഞാനൊരു അപ്രതീക്ഷിതമായി ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ഞാൻ നോക്കിയപ്പം നല്ല കാറ്റടിക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പറന്നു പോകുന്നു.
ഞാൻ സൂക്ഷിച്ചു നോക്കി, കൊള്ളാൽ ഈ സാധനം. കാറ്റടിക്കുമ്പോൾ ഒരു സാധനം, നിങ്ങളെ സാധനം കണ്ടുണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ട്. അതിൻ്റെ പേരെന്തുവാ? അപ്പുപന്താടി. മറന്നില്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കുറച്ചു നേരം നോക്കി നിന്നപ്പം ഇത്ര മനോഹരമായി ഇങ്ങനെ പറന്ന് പോകുന്ന കണ്ടപ്പോൾ നല്ല ഭംഗി. ഞാൻ അവിടെ നിന്നോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരെണ്ണം ഇങ്ങ് പറന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് പിടിക്കാമായിരുന്നല്ലോ. സ്തോത്രം. കാരണം എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട് എൻ്റെ വിശ്വാസിയുടെ വീടാണ്. അതിന് 2 വീടിന് അപ്പുറത്തും വിശ്വാസിയുടെ വീടാണ്. തൊട്ടടുത്ത വീടുകൾ. ഇത് പിടിക്കാൻ ഇതിൻ്റെ പുറകെ പോയാൽ അവരെന്ത് ചെയ്യും? പാസ്റ്റിന് എന്തോ സംതിങ്. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ ആണ്ട്ര IPCയുടെ സെക്രട്ടറി അപ്പൂപ്പന്താടിയുടെ പുറകെ. പിന്നെ ഇത് വേറെ വല്ലതും പറയണോ? സ്തോത്രം. എന്നാൽ ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ച, കർത്താവെ ഒന്ന് കൊള്ളാമല്ലോ സാധനം. നോക്കി, ഒരു കാറ്റടിച്ച് എൻ്റെ നേരെ ആ സാധനം. ഞാൻ ഇതിനെ പിടിച്ചു. മനോഹരമായ, ഇത്രയും മനോഹരമായ ഫെദർ ചൈനക്കാരൻ്റെ കൈ കൊടുത്താൽ ഇത് ഉണ്ടാക്കത്തില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വൈഭവം അമേസിംഗ് ആണ്. എത്ര മനോഹരമായിട്ടാണ്! നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം നിങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ ഇത് പിടിച്ചു നോക്കിയപ്പോഴാണ് കുഞ്ഞുനാളിൽ ശ്രദ്ധിക്കാത്തൊരു, അതിൻ്റെ അറ്റത്തൊരു വിത്ത് ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ഈ വിത്ത് കൊണ്ടാണ് ഇത് പറക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ വിത്തിനെ പറത്താൻ എൻ്റെ ദൈവം ഇതിനൊരു ചിറക് കൊടുത്തെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ വിത്തിനെ പറത്താൻ ഇത്ര മനോഹരമായൊരു ഫെദർ എൻ്റെ ദൈവം ഈ വിത്തിന് കൊടുത്തെങ്കിൽ, ഇതിനെ പറത്താൻ എൻ്റെ ദൈവം കാറ്റടിപ്പിച്ചെങ്കിൽ, ഇത് എവിടെ വീഴണമെന്നും ഏത് കോമ്പൗണ്ടിൽ വളരണമെന്നും എൻ്റെ ദൈവം തീരുമാനിക്കുന്നെങ്കിൽ, ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഏറ്റെടുത്തോണം. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. എൻ്റെ ദൈവം നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, ഒരു അപ്പൂപ്പൻ താടിയുടെ വിത്തിനേക്കാൾ നീ പ്രേഷ്യസ് ആണെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം ചില കാറ്റടിപ്പിക്കും, ചില അത്ഭുതങ്ങൾ ചെയ്യും. നീ കണ്ടിട്ടില്ലാത്ത ദേശം, നീ ഇന്ന് വരെ പോകാത്ത അനുഭവങ്ങൾ, ചില കരുതലുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒരത്ഭുത വിടുതൽ ഈ ഹോളിനകത്ത് നിന്നെ കെട്ടിയതുപോലെ നിന്നെ ഒതുക്കിക്കളയുന്ന, നിന്നെ തകർത്ത് കളയുന്ന ചില അന്ധകാരത്തിന്റെ കെട്ടുകൾ, ആഭിചാരത്തിന്റെ കെട്ടുകൾ, I break it in the name of Jesus. അഭിഷേകം, നിന്നെ പറത്തുന്ന ഒരു അഭിഷേകം നിന്റെ മുമ്പിലെ പ്രതിസന്ധികളുടെ മീതെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചിലർക്കു വേണ്ടി ദൈവത്തിനെ കാറ്റടിപ്പിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിടുതൽ വ്യാപരിക്കുക. നിന്റെ മുമ്പിലെ പരിമിതികളെ ദൈവം മാറ്റുക. നിന്റെ മുമ്പിലെ ബൗണ്ടറികളെ ദൈവം മാറ്റുക. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, നീ കണ്ടിട്ടില്ലാത്ത, നീ ചിന്തിച്ചിട്ടില്ലാത്ത നിന്റെ തോട്ട്സ് അല്ല എന്റെ ദൈവത്തിന്റെ തോട്ട്സ്. നിന്റെ പ്ലാൻ അല്ല എന്റെ ദൈവത്തിന്റെ പ്ലാന്. വിടുതൽ വ്യാപിക്കുന്നു. ചില മണ്ഡലങ്ങളിൽ ഒതുക്കിക്കളഞ്ഞ, തകർത്തു കളഞ്ഞ, പൊങ്ങാൻ അനുവദിക്കാത്ത ചില അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റുന്നു. ഏറ്റെടുക്കാൻ തയ്യാറായിക്കോ. നിന്റെ വാഗ്ദത്തങ്ങൾ പുറത്തു വരിക. ചില മുളകൾ പുറത്തു വരുന്നു, ചില നാമ്പുകൾ പുറത്തു വരുന്നു. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ
ആമേൻ. ശ്രദ്ധിച്ചേ, ഈ കുറ്റി നമ്മൾ അവിടെ ആണല്ലോ എത്തിയത്. എവിടെ എത്തിയേ? വിഷയം വിട്ടുപോകല്ലോ. കുറ്റി, ഈ കുറ്റി ഇപ്പം എത്ര വർഷമായി? 1000 വർഷം. ഈ കുറ്റിക്ക് ഞാനൊരു പേര് കൊടുക്കുക. ഇതാണ് ശേഷിപ്പ്. ഇതാണ് ശേഷിപ്പ്. ഈ ശേഷിപ്പിനെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തതാ, മൈനോറിറ്റിയാ, റിജക്റ്റഡാ, നോ ഹോപ്പ് അറ്റ് ഓൾ, ബട്ട് ഇറ്റ് വാണ്ട്സ് അവർ ഗാഡ്. വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ശേഷിപ്പിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവം, ശേഷിപ്പിനെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, ശേഷിപ്പിന് മേൽ ദൈവത്തിന്റെ അത്ഭുതക്കാരം. ശേഷിപ്പിനെ സൂക്ഷിക്കുന്ന ദൈവം. ഈ ബുക്ക് ഓഫ് ഐസിയയിൽ സമയം കഴിഞ്ഞു, കഴിഞ്ഞു, ഓവർ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ശേഷിപ്പിനെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. ഇത് ഹോളിനകത്ത് ദൈവം ചില ശേഷിപ്പുകളെ സംരക്ഷിക്കും. നീ തള്ളിക്കളഞ്ഞതിനെ ദൈവം സംരക്ഷിക്കും. നീ തീർന്നെന്ന് പറഞ്ഞതിനെ ദൈവം സംരക്ഷിക്കും. ദൈവത്തിന്റെ അത്ഭുതകരം നിന്റെ വിഷയത്തിൽ ചലിക്കും. അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ ശേഷിപ്പിനകത്തുനിന്ന് ഒരു മുള പുറത്തു വരുന്നത് ദൈവാത്മാവിന്റെ ശക്തിയിലാണെങ്കിൽ, ആത്മസാന്നിധ്യത്തിലാണെങ്കിൽ, ഈ ഹോളിനകത്ത് ആത്മാവിന്റെ നദി ഒഴുകുക, ആത്മാവിന്റെ നദി ഒഴുകുക. അവൻ ആത്മനദിക്കകത്ത് ചില മുളകൾ പുറത്തു വരുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പട്ടുപോയെന്ന് നീ പറഞ്ഞതിനകത്തുനിന്ന് ചില മുളകൾ, കരുവേലകവും കരിമരവും വെട്ടിയാലും ആ വെട്ടിയതിനകത്തുനിന്ന് ദൈവം ചില മുളയെ പുറത്തു കൊണ്ടുവരുമെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ തകർത്ത് കളഞ്ഞതിനകത്തുനിന്ന് ദൈവം ദൈവം പുറത്തു കൊണ്ടുവരുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ കുടുംബത്തിൽ സംതിങ് വിൽ ഹാപ്പൻ. വിശ്വസിക്കുന്നവർക്കായി ഈ കോൺഫറൻസിന്റെ ആദ്യത്തെ സെഷനിൽ തന്നെ, ഈ കോൺഫറൻസിന്റെ 1ാമത്തെ സെഷനിൽ തന്നെ ചില തളിർപ്പുകൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ചില ഉയർപ്പുകൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ ചില അത്ഭുതങ്ങൾ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ നടക്കും, നടക്കും, നടന്നിരിക്കും. ഇന്ന് ഈ കോൺഫറൻസിന്റെ സെഷൻ തീരുന്നതിന് മുമ്പ് നടക്കും. യേശുവിന്റെ നാമത്തിൽ ഈശോയുടെ കുറ്റിയിൽ നിന്നുള്ള മുള, അവൻ മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ നാം വിട്ടതുപോലെ ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഫസ്റ്റ് സെഷനിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ ചില മുളകൾ പൊട്ടുന്നത്, ചില വിടുതലുകൾ വ്യാപരിക്കുന്നത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നത് കൊണ്ടാ ആ ഉയർത്തപ്പെട്ട കരങ്ങൾ ശരിക്കും പിടിച്ചേ. ഓ ജീസസ്, ജീസസ്. ആ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുക, കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. കുറച്ചുകൂടെ ദൂതുകൾ ദൈവത്തിന് കൈമാറണമെന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് തന്ന ദൂതുകൾ കൈമാറിയില്ലെങ്കിലും ഈ പറഞ്ഞതിനകത്തുനിന്നൊരു ജീവൻ വ്യാപരിക്കുക. ഞാൻ കഴിഞ്ഞിടയ്ക്ക് മല്ലപ്പള്ളി സെൻട്രൽ കൺവെൻഷനില് ഇതുപോലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രായമുള്ളൊരു അപ്പച്ചൻ കൈപൊക്കി പറഞ്ഞിട്ട് ഭാഷ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൈയുടെ തളർച്ച മാറി. ഞാൻ പാരലൈസ്ഡ് ആയിട്ടാ വന്നേ. എൻ്റെ ദൈവം വിടുവിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ നിന്റെ പ്രായം വിഷയമല്ല. ഇന്ന് നടക്കും, ഇന്ന് നടക്കും. വിശ്വസിക്കുന്നവർ ഇവിടെ കൊയർ പാട്ട് പാടുന്ന സമയത്ത്
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒന്നാമത്തെ സെഷനിൽ തന്നെ ചില വിടുതലുകൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിക്കും.